നമ്മളിപ്പോൾ വർക്ക് സ്പേസ് ഒക്കെ എടുത്ത് മാറിക്കഴിഞ്ഞിട്ട് ഫാമിലി ഫംഗ്ഷനും ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം വേറൊന്നുമല്ല, എല്ലാവരും ഫംഗ്ഷൻസൊക്കെ നടത്തുന്നത് സാറ്റർഡേയും സൺഡേസ് ആയിരിക്കും. നമുക്കാണെങ്കിൽ ഈ 2 ദിവസം നല്ല രീതിയിൽ ഓർഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ആ പ്രോഗ്രാം അങ്ങ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആ പരിപാടി നടക്കത്തില്ല. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോഗ്രാം ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വർക്ക് സ്പേസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുൾ ചോക്ലേറ്റ് കവർ ചെയ്തിട്ട് ടോപ്പിൽ ഇതേപോലെ സ്ട്രോബെറീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസൈനായിരുന്നു കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വാഞ്ചോ കേക്കാണ്. ടോട്ടലി നമ്മളിന്ന് 2 ഓർഡർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നടക്കത്തില്ല. അങ്ങനെ നമ്മൾ കേക്കുകൾ രണ്ടും കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം പിക്കപ്പും ഒരെണ്ണം ഡെലിവറി ആണ് കേട്ടോ. പിക്കപ്പ് ഓർഡറിൻ്റെ കസ്റ്റമർ പിക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മറ്റേ കേക്ക് ഡെലിവറിയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ സ്വിച്ച് ട്രേഡേഴ്സിൽ പോയി ആൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റമൊക്കെ പർച്ചേസ് ചെയ്തു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളതേ അവിടെ നിന്നും ബൈ പറഞ്ഞിട്ട് നമ്മുടെ ആളുടെ അടുത്തേക്ക് പോകുവാണേ. ഇന്നെന്താ പരിപാടി? എന്റെ വീട്ടിൽ പരിപാടിയാണ് ഗായ്സ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ. അപ്പോൾ ആളുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നമ്മുടെ ഗ്യാങ് ഫുൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ.